ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 6ാം ക്ലാസ്സിലെ 6th ക്ലാസ് ഹിന്ദി ഫസ്റ്റ് ചാപ്റ്ററാണ് പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പേജ് നമ്പർ 11 പേജ് നമ്പർ 12 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതേപോലെ തന്നെ പേജ് നമ്പർ 13, 13, പേജ് നമ്പർ 14, 15, 16, 17, 18 വരെയുള്ള എല്ലാ ഫുൾ ആക്ടിവിറ്റീസും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം നീലി ചിടിയ ഹരിവംശ റായ് ബച്ചൻ്റെ ഒരു കവിതയാണ്. നീല പക്ഷിയെക്കുറിച്ചുള്ളൊരു കവിതയാണ്. അതിൻ്റെ ഫുൾ മീനിങ് വേർഡ് ബൈ വേർഡായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഇതിൻ്റെ ഫുൾ നമ്മൾ മീനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഈ 2 ചോദ്യങ്ങളും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഫുൾ ആക്ടിവിറ്റീസും നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ചിടിയ ക്യോം ചിപ്കർ ഗാത്തി ഹെ. പേജ് നമ്പർ 11 ക്വസ്റ്റ്യൻ ആണ്. ചിടിയ ക്യോം ചിപ്കർ ഗാത്തി ഹെ. എന്തുകൊണ്ടാണ് പക്ഷി ഇങ്ങനെ ഒളിച്ചിരുന്ന് പാടുന്നത്? എന്താണ്? ദുസ്രോ കെ സാമനെ ആനെ സെ ഡർ ലഗ്താ ഹെ. മറ്റുള്ളവരുടെ മുന്നിൽ വരാൻ ഭയമാണ്. ഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയം. ഇസ്ലിയെ വൈ ചിപ്കർ ഗാത്തി ഹെ. അതുകൊണ്ടാണ് അത് ഒളിച്ചിരുന്ന് പാടുന്നത്. ഇനി പേജ് നമ്പർ 12 എടുത്ത് നോക്കിയാൽ വേറൊരു ചോദ്യം കൊണ്ട് ആകെ 2 ചോദ്യങ്ങളാണുള്ളത്. ഒന്നെന്താണ്? ലാക്ക് ബുലായയിലേക്ക് മേരെ പാസ്ന ആനെ വാലി ചിടിയക്കും. ലക്ഷം തവണ വിളിച്ചിട്ടും എൻ്റെ അടുത്ത് വരാത്ത പക്ഷി. അങ്ങനെ പറയുന്നത് എന്തുകൊണ്ട് എന്നാണ്. ചിടിയാക്ക് ആസാദി ബഹുത്ത് പസന്ത് ഹെ. ഈ പക്ഷിക്ക് എന്താണ്? സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലിയ ഇഷ്ടം, അല്ലേ? സ്വാതന്ത്ര്യമാണ് ഒരുപാട് ഇഷ്ടമാണ്. വഹ് ബന്ധനമേ രഹന നെഹി ചാഴ്ത്തി. ഇങ്ങനെ ബന്ധനങ്ങളിൽ പെട്ട് അല്ലെങ്കിൽ ഒരു കൂട്ടിലകപ്പെട്ട് ഒന്നും കഴിയാൻ ഇഷ്ടപ്പെടുന്നില്ല. ഉസേ സ്വതന്ത്ര രൂപസെ ഉടന ഓർ ഗാന അച്ഛാ ലഗ്താ ഹെ. സ്വതന്ത്രമായി പറക്കാനും പാടാനും ഒക്കെയാണ് അവൾക്കിഷ്ടം. ഇസ്ലിയെ കോയി കിത്തിനാ ബി ബുലായ. അതുകൊണ്ട് തന്നെ ആരെ എത്ര തവണ വിളിച്ചാലും ഓ പാസ് നെഹി ആത്തി. അവള് അടുത്ത് വരില്ല. അങ്ങനെ 2 ചോദ്യമാണുള്ളത്. ഇനി നമുക്ക് അടുത്ത പേജ് നമ്പർ 13 നിങ്ങൾ എടുത്താൽ കാണാം. നമൂനയ്ക്ക് അനുസാർ വാക്യ ബനായെ. നമൂനയ്ക്ക് മാതൃക അനുസരിച്ച് എഴുതാനാണ്. ഇവിടെ ചിപ്കർ ഗാന. ചിപ്കർ ഗാന നമ്മൾ പറഞ്ഞു ഒളിച്ചിരുന്ന് പാടുക, അല്ലേ? പാസ്ന ആന എന്ന് പറഞ്ഞാൽ അടുത്തേക്ക് വരില്ല. ജഡ് ഉടിന എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറക്കുക. പിന്നെ അടുത്തത് ദാന ഖാന, ധാന്യം കഴിക്കുക, അരി, അല്ലേ? ഭക്ഷണം കഴിക്കുക. ഓക്കെ, ഇത്രയും 4 കാര്യങ്ങളാണ് തന്നത്. ഇവിടെ മാതൃക തന്നത് എന്താണ്? ചിടിയ ചിപ്കർ ഗാത്തി ഹെ. അപ്പൊ ചിപ്കർ ഗാന എന്നുള്ളത് ചിടിയ ചിപ്കർ ഗാത്തി ഹെ, അല്ലെ? ഗാന എന്നുള്ളത് ഗാത്തി ഹെ എന്ന് ആയി, അല്ലേ? അതേപോലെ നമുക്ക് ഓരോന്നും എഴുതാനാണ്. ഇനി പാസ്ന ആത്തി എന്ന് പറഞ്ഞു, അല്ലേ? പാസ്ന ആന, രണ്ടാമത്തത് പാസ്ന ആന. പാസ്ന ആന എന്താ നമുക്ക് എഴുതാം? പാസ്ന ആന എന്താ എഴുതാം? ചിടിയ പാസ്ന ആത്തി ഹെ. ചിടിയ പാസ്ന ആത്തി ഹെ. പക്ഷി അടുത്ത് വരുന്നില്ല. ഇനി അടുത്ത് നോക്കൂ. ചഡ് ഉഡ് ജാന. അപ്പൊ എന്താ എഴുതാം? പെട്ടെന്ന് പറന്നു പോയിന്ന്. ചിടിയ ജഡ് ഉഡ് ജാത്തി ഹെ. ഇവിടെയൊക്കെ ഞാൻ ഉള്ളത് എന്താണ്? അവിടെ തീ ഹെ, ജാത്തി ഹെ, അല്ലെങ്കിൽ ആത്തി ഹെ, ഗാത്തി ഹെ എന്നായല്ലേ. ഇനി അടുത്ത ലാസ്റ്റ് വൺ ദാന ഖാന, ഭക്ഷണം കഴിക്കുക. അപ്പൊ എന്താ? ചിടിയ ദാന ഖാത്തി ഹെ. അപ്പൊ നമ്മൾ ആദ്യത്തേത് എന്താണ് എഴുതിയത്? ആദ്യത് ചിടിയ ചിപ്കർ ഗാത്തി ഹെ. ഗാന എന്നുള്ളത് നമ്മൾ ഗാത്തി ഹെ എന്ന് എഴുതി. പിന്നെ ആന എന്നുള്ളത് ആത്തിഹ എഴുതി. ജാന എന്നുള്ള ജാത്തിഹ എഴുതി. ഖാന എന്നുള്ളത് ഗാത്തിഹ എഴുതി. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമുക്ക് പേജ് നമ്പർ 14 നോക്കൂ. പേജ് നമ്പർ 14 കവിതാ സെ ചുൻകർ. പേജ് നമ്പർ 14 സമാൻ അർത്ഥ ഡൂണ്ടേ പത്തേ പരെ. ഇവിടെ ഒരു ഇല തന്നിട്ടുണ്ടല്ലേ. അതിൻ്റെ ചില ഭാഗങ്ങളൊന്നും ഫില്ല് ചെയ്തിട്ടില്ല. ഓരോ ഭാഗം ഫില്ല് ചെയ്യാനുണ്ട്. അപ്പം നമ്മൾ അത് ഫില്ല് ചെയ്യാനാണ്. ഇത് എന്ത് ഉപയോഗിച്ചിട്ടാണ് ഫില്ല് ചെയ്യേണ്ടത്? സമാന അർത്ഥം, അതായത് മീനിങ് പകരം അതേപോലെയുള്ള മീനിങ് ആണ് നമ്മളോട് ഉപയോഗിക്കാൻ പറഞ്ഞത്. ഇവിടെ എന്താണ്? ജൽദി എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം ജൽദിക്ക് സമാനമായിട്ടുള്ള അർത്ഥം അതേ മീനിങ് വരുന്നത് എന്താണ്? ജഡാണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് എഴുതാ? ജഡ് എഴുതാ. ഓക്കെ, ഇനി അടുത്തത് പങ്ക്. പങ്കിന് നമ്മൾ പഠിച്ചൊരു വേർഡാണ് പറ. പറന്ന് പറഞ്ഞാൽ എന്താ? ചിറക്. പങ്ക്, പറന്ന് പറഞ്ഞാലൊക്കെ ചിറകാണ്.
ഇനി ഡാലി എന്ന് പറഞ്ഞാൽ കൊമ്പ്. കൊമ്പിന് പകരം നമ്മൾ പഠിച്ചത് ഫോൻഗിയാണ്. ഓക്കെ. ഇനി ചിടിയ പക്ഷി. പക്ഷി എന്നുള്ളതിന് നമ്മൾ വേറൊരു പദം എന്താണ് പഠിച്ചത്? ചിടിയ. ചിടിയ നമ്മൾ ഇവിടെ എഴുതുക. ഓക്കെ. ഇനി അടുത്തത് ഇവിടെ അനോഖ എന്ന് പറഞ്ഞ അതിന് പകരം പദം നമ്മൾ പഠിച്ച നിരാലി. നിരാലി എന്ന് പറഞ്ഞാൽ എന്താ? പ്രത്യേകതയുള്ള അല്ലെങ്കിൽ അപൂർവമായ എന്നുള്ള അർത്ഥം. ഇനി ലാസ്റ്റ് വരെ എന്താണ്? ആകാശ്. ആകാശിന് നമ്മൾ എന്താ പറയുക? ആസ്മാൻ. ഓക്കെ. ആകാശ്, ആസ്മാൻ. അപ്പോൾ ജൽദി എന്ന് പറഞ്ഞാൽ ജഡ്, പങ്കിന് പകരം ചിറക് പർ, ഫുൻകി എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച്, കൊമ്പ്, പക്ഷി ചിടിയ, നിരാലി എന്ന് പറഞ്ഞാൽ അനോഖ, ആകാശ്, ആസ്മാൻ. ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. പേജ് നമ്പർ 15 ആണ്. पंक्तियां ढूंढे लिखे. चिड़िया एक डाली से दूसरी डाली पर उड़ जाती है. ഈ അർത്ഥം വരുന്ന വരികൾ ലൈൻസ് എടുത്ത് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇസ് ഫുൻകി സെ ഉസ് ഫുൻകി पर उड़कर जाने वाली चिड़िया. ഓക്കെ. ഇനി അടുത്തത് ചിടിയ ലോഗോं के पास नहीं आता. ആളുകളുടെ അടുത്തൊന്നും ഈ പക്ഷി വരുന്നില്ല. അത് അർത്ഥം വരുന്ന വേർഡ് ഏതാണ്? ലാഖ് ബുലായി ലേക്കിൻ മേരെ പാസ് ന ആനെ വാലി ചിടിയ. ഓക്കെ. നെക്സ്റ്റ് ചിടിയ പത്തോं में छिपकर ഗാത്തി ഹെ. പക്ഷി പത്തോം എന്ന് പറഞ്ഞാൽ ഇലകൾക്കിടയിൽ ഒളിച്ചിരുന്ന്, ചിപ്കർ എന്ന് പറഞ്ഞാൽ ഒളിച്ചിരുന്നിട്ടാണ് പാടുന്നത്. എന്താണ്? ഇൻ പത്തോമേ ഉൻ പത്തോമേ ചിപ്കർ ഗാനെ വാലി ചിടിയ. ഓക്കെ. ചിടിയ ദാന ഖാക്കർ ജൽദി ഉഡ് ജാത്തി ഹെ. അപ്പോൾ ചിടിയ ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് പറക്കുന്നു. ആ അർത്ഥം വരുന്ന ലൈൻസ് ഏതാണ്? ദാന ഖാക്കർ പർ പടക്കാക്കർ ജഡ് ഉഡ് ജാനെ വാലി ചിടിയ. ഓക്കെ. ഇനി നമുക്ക് അടുത്ത പേജ് നമ്പർ 16 നോക്കൂ. കവിതാസെ ചുൻകർ ലിഖിയെ. അപ്പൊ കവിതാസെ ചുൻകർ ലിഖിയെ. ഉടിനെ വാലി. അതേപോലെ നമുക്ക് എന്ത് എഴുതാം? ഗാനെ വാലി, പാടുന്ന. ജാനെ വാലി, ഇതൊക്കെ നമ്മൾ കവിതയിൽ പഠിച്ച വേർഡ്സ് ആണ്. ഖാനെ വാലി, കഴിക്കുന്ന. ആനെ വാലി, വരുന്ന. ഉഡ് ജാനെ വാലി, പറന്നു പോകുന്ന. ഇങ്ങനെയൊക്കെ നമുക്ക് അവിടെ ഫില്ല് ചെയ്യാം. ഇനി ലാസ്റ്റ് അവിടെ താഴത്ത് നോക്കൂ. ഊപ്പർക്ക് നമൂനയ്ക്ക് അനുസാർ ശബ്ദ ബനായേ. പി. പി എന്ന് പറയുമ്പോൾ അത് വെച്ചിട്ടൊരു ശബ്ദം ഉണ്ടാക്കുക. പീനെ വാല. ദേക്ക്, ദേക്കിനെ വാല. ബീഗ്, ബീഗിനെ വാല. കർ, കർനെ വാല. ഇനി അടുത്ത പേജ് നമ്പർ. അപ്പൊ പീനെ വാല എന്ന് പറഞ്ഞിട്ട് ഇനി ഇങ്ങനെയും ചെയ്യാം. പീനെ വാലി, തേക്കിനെ വാലി, ബീഗിനെ വാലി, കർനെ വാലി. വാല എന്ന് പറയുമ്പോൾ അത് ബോയ്സിനെ ഉദ്ദേശിച്ചിട്ടാണ്, ആൺ ശബ്ദമാണ്. പിന്നെ വാലി എന്ന് പറയുമ്പം പെണ്ണാണ്, ഫീമെയിൽ വേർഷനാണ് അത് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് അടുത്തത് പങ്ക്തിയാം ചോട്, വരികൾ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇവിടെ കുറച്ച് വരികൾ 4 എണ്ണം തന്നിട്ടുണ്ട്. അതേപോലെ നമ്മളും 4 എണ്ണം ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നീലെ ആസ്മാൻ സെ ഉതിരി നീലി ഏക്ക് നിരാലി ചിടിയ ഗാതി ഉठने वाली चिड़िया उड़ती गाने वाली चिड़िया. ഓക്കെ. അപ്പൊ നീലെ ആസ്മാൻ സെ ഉതിരി. ഇവിടെ നമുക്ക് ആദ്യം തന്നത് ഗോസ്ല ബനാന എന്നാണ്. അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. നീലി ഏക്ക് നിരാലി ചിടിയ, അതൊക്കെ നമ്മൾ നേരത്തെ ഉള്ള അതേ ലൈൻ തന്നെയാണ്. പിന്നെ മൂന്നാമത്തെ ലൈനിലാണ് നമ്മൾ മാറ്റം വരുത്തുന്നത്. ഗോസ്ല ബനാനെ വാലി ചിടിയ ബഹനെ പാനി പീനെ വാലി ചിടിയ. പിന്നെ ബച്ചോं के प्यार करने वाली चिड़िया, बारिश में भीगने वाली चिड़िया, कितनी निराली है यही चिड़िया, उड़ती गाने वाली चिड़िया. ഓക്കെ. ഇനി നമുക്ക് അടുത്തത് പക്ഷികളുടെ പേര് എഴുതാനാണ്. പിന്നെ ആൽബം ഉണ്ടാക്കാനാണ്. അപ്പൊ കുറച്ച് പക്ഷികളുടെ പേര് ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ, അത് നോക്കുക. ലാസ്റ്റ് ഭാഗമാണ്. പേജ് നമ്പർ 18 നിങ്ങൾ കണ്ടല്ലോ. ഒരു ചിത്രത്തിൽ എന്തൊക്കെയാണ് കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതിൽ എന്തെങ്കിലും ഒന്ന് എഴുതാനാണ്. എന്തൊക്കെയാണ് സ്കൂളിലുള്ള കാര്യങ്ങൾ എന്ന് ചിത്രത്തിൽ നോക്കി നമുക്ക് മനസ്സിലാക്കാം. യഹ് ഏക് സ്കൂൾ കാ ചിത്രം, ഇതൊരു സ്കൂളിന്റെ ചിത്രമാണ്. ജഹാം ബച്ചെ രാഷ്ട്രീയ പക്ഷി ദിവസ് മനാ രഹേ ഹെ. ഇവിടെ കുട്ടികൾ ദേശീയ പക്ഷി ദിനം ആചരിക്കുകയാണ്. രാഷ്ട്രീയ പക്ഷി ദിവസ് മനാത്തി ഹെ എന്ന് പറഞ്ഞാൽ, മനാരഹേ ഹെ എന്ന് പറഞ്ഞാൽ ആഘോഷിക്കുക, സെലിബ്രേറ്റ് ചെയ്യുക. चित्र में 5 जनवरी की तारीख लिखी है और लिखा है पंछी आए प्यास बुझाए. അപ്പം ചിത്രത്തിൽ ജനുവരി 5 എന്ന തീയതിയും പക്ഷികൾ വരട്ടെ ദാഹം ശമിക്കട്ടെ എന്ന് എഴുതിയിട്ടുണ്ട്.
കുച്ച് ബच्चे മിट्टी के बर्तन में पानी भर रहे हैं. കുറച്ച് ആളുകൾ മിट्टी के बर्तन എന്ന് പറഞ്ഞാൽ മണ്ണ് കൊണ്ടുള്ള മൺപാത്രങ്ങളിൽ, ബർത്തൻ എന്ന് പറഞ്ഞാൽ പാത്രം, പാത്രങ്ങളിൽ എന്താണ് വെള്ളം നിറയ്ക്കുന്നുണ്ട്. കുച്ച് ബच्चे पेड़ की डाली पर पानी का पात्र എടുക്കാ रहा है. ചില കുട്ടികൾ മരച്ചില്ലയിൽ വെള്ളം തൂക്കി നിൽക്കുന്നുണ്ട്, തൂക്കി പാത്രം കെട്ടി തൂക്കുന്നുണ്ട്, അത് വെള്ളം കുടിക്കാനുള്ള. ഓക്കെ, ये चित्र हमें പക്ഷിयों के प्यार करना और उनकी रक्षा करना सिखाते हैं. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമായി. എന്താണ്? നമ്മൾ പക്ഷികളെ സ്നേഹിക്കണം, അതേപോലെ തന്നെ അവയെ കാത്ത് സംരക്ഷിക്കണം. ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ്? ഒരു എന്താണ് പോസ്റ്റർ ഉണ്ടാക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ പക്ഷി ദിവസ് 5 ചേരി പഞ്ചിയായ പ്യാസ് ബുജായ, ഇങ്ങനെ ഒരു നല്ലൊരു പോസ്റ്ററും നമ്മൾ തയ്യാറാക്കുക. ഓക്കെ.